നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. വളരെ ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കും. കർമ്മരംഗത്ത് ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ഏത് കാര്യം ചെയ്താലും ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അപ്രത്യക്ഷമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. ബന്ധുഗുണം തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. കുടുംബത്തിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഉയർച്ചയും വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. സൽചിന്തകളോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞ സമയമാകുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരും. ലോൺ, ഗവൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം. കൂടുതൽ പ്രാധാന്യം കുടുംബത്തിൽ ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. വീട്, വിവാഹം, സന്താന സൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായും ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. നാളെ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. കീർത്തി കേൾക്കുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ബിസിനസ് പരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുടുംബത്തിൽ സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം. നേതൃത്വത്തിൽ നിന്നും വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. നേതൃത്വവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ പൊതുപ്രവർത്തനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. ധനപരമായി കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തൊഴിൽപരമായി ഉയർച്ച നേടാം. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സ്വാമിയെ ആരാധിക്കുന്നതും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർക്ക് ഗുണകരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും വർദ്ധിക്കുന്നതായ സമയം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതായ ഒരു സമയം എന്ന കാര്യവും ഓർക്കുക. കാര്യ തടസ്സങ്ങളുണ്ട് എങ്കിൽ അകന്ന് പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അംഗീകാരങ്ങൾ തേടിയെത്തും. രാഷ്ട്രീയപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. നാൾക്ക് നാൾ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബിസിനസ് പരമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ്. ലാഭം വർദ്ധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം.
വരുമാനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, വരുമാനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. നേരായ വഴിയിലൂടെ ധനപരമായ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതായത് ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ ഒഴിയുകയും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ധനപരമായ ഉയർച്ചയ്ക്കും കൂടാതെ ഈ സമയം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ഇവർ തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നതും തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. അഭീഷ്ട നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. ചിന്തിച്ച് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. പൊതുപ്രവർത്തകർക്ക് ഈ സമയം വളരെ അനുകൂലമായി തന്നെ ഭവിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. പൂയ നക്ഷത്രക്കാർക്ക് തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാനും ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും പല വഴികളിലൂടെയും ധനം സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ സമയം. ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതായ സമയമാണ്. ബന്ധുക്കളാൽ സഹായം വർദ്ധിക്കുന്നതായ സമയം. സന്തോഷം വളരെയധികം വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നൽകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് ഇത്. തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോവുക. വിഷ്ണു സഹസ്രനാമ ഭജനം ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ തടസ്സങ്ങൾ ഒഴിയുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കും. ബന്ധുഗുണം വർദ്ധിക്കുന്നതായ സമയം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബസ്വത്ത് ലഭിക്കുന്നതായ സമയം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഉമാ മഹേശ്വര ഭജനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയം. തീർച്ചയായും ഈ സമയം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയം. വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കും. വിചാരിക്കുന്ന ആ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ്. വരവും ചെലവും നിയന്ത്രിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. കുടുംബത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഉമാമഹേശ്വര പ്രീതി അനിവാര്യമായ സമയമാണ്. നിങ്ങൾ നിത്യവും ഉമാമഹേശ്വരന്മാരെ ഭജിച്ച് മുന്നോട്ട് പോവുക. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. തീർച്ചയായും പിൻവിളക്കും വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വിളക്ക് വഴിപാട് നടത്തുന്നതും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ്. ബഹുമാനം വളരെയധികം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച വന്നു ചേരും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കും. പ്രവൃത്തി ഗുണം വളരെയധികം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്.
ഭൂമി വാങ്ങുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. വസ്തുക്കൾ നേടുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ദേവിയെ ഭജിക്കുന്നതും ലളിതാ സഹസ്രനാമം ഭജിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണകരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളിൽ പോലും നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സൽകീർത്തി വർദ്ധിക്കുന്നതായ സമയം. ബഹുമാനം വളരെയധികം വർദ്ധിക്കും. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം. സ്ഥാനമാനങ്ങൾ തേടിയെത്താം. ഉന്നതമായ സ്ഥാനങ്ങൾ പോലും ലഭിക്കാം. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം. സമ്മാനങ്ങൾ പോലും വിശാഖം നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. കുടുംബത്തിൽ നേട്ടങ്ങൾ, സമാധാനം വന്ന് ചേരുന്നതായ സമയം. തീർച്ചയായും നിങ്ങൾ കുടുംബദേവതയെ ആരാധിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം. പ്രവൃത്തി വിജയം വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. കുടുംബസുഖം വർദ്ധിക്കും. അതിനാൽ തന്നെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുദോഷം അകലുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ചകൾ വന്നു ചേരുന്നതായ സമയം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കും. പ്രവൃത്തികൾ നിങ്ങൾക്ക് ഗുണകരമായി തീരും. സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്നതായ സമയം. കൂടാതെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കും. തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാനും തൊഴിൽ മാറുവാനും അനുകൂലമായ സമയം കൂടിയാണ് ഇത്. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഹനുമാൻ ഭജനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. കാര്യങ്ങൾ നടക്കും. മുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതായ സമയം, അല്ലെങ്കിൽ തുടങ്ങുവാൻ സാധിക്കുന്നതായ സമയം. വസ്തുക്കൾ നേടുവാൻ സാധിക്കും. കർമ്മ പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സമയം. തടസ്സങ്ങൾ അകലും. കൂടാതെ ഈ സമയം കാര്യലാഭം, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലുക, മനക്ലേശങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സഹായകരമാണ് ഈ സമയം. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം. ബന്ധു സഹായം പ്രതീക്ഷിക്കാം. സ്നേഹം വർദ്ധിക്കുന്നതായ സമയം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ സമയം നല്ല സഹായങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം ഗുരുവായൂരപ്പനെ കൂടി ആരാധിക്കുവാനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാർക്കും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സമയം. ബഹുമാനം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. ബഹുമാനം വർദ്ധിക്കും. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ജനപ്രീതി വർദ്ധിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. വസ്ത്രം, ആഭരണം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഗൃഹം മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, സഹായം എന്നിവ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം തീർച്ചയായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കാര്യവിജയം നേടുവാൻ സാധിക്കും. ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം ഉന്നതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നേട്ടങ്ങൾ വർദ്ധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പൊതുപ്രവർത്തകർക്ക് അനുകൂലമാണ് സമയം.
ഈ സമയം സമ്മാനങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുന്നതായ സമയം. സ്ഥാനമാനം ലഭിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിക്കുന്നതായ സമയമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശിവസഹസ്രനാമം ജപിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഈ സമയം അനുകൂലമാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം. മനസമാധാനം വർദ്ധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ സമയം. തൊഴിൽപരമായ സ്ഥാനമാറ്റം തീർച്ചയായും വന്നു ചേരുന്നതായ സമയം. അത് ഗുണകരമായി ഭവിക്കും. ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തും. അംഗീകാരങ്ങൾ വന്നു ചേരുന്നതായ സമയം. ബിസിനസ് പരമായ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. മനോനിയന്ത്രണം അനിവാര്യമാണ്. നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വിഷ്ണുഭജനം നടത്തി മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തന്നെ തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. ഈ സമയം കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരും. മനോസുഖം അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന മനക്ലേശങ്ങൾ അകന്ന് മനസ്സിന്റെ സുഖം വർദ്ധിക്കുന്നതായ സമയം. സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം. പ്രശംസകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ ഇരട്ടിയായി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരും. ധനപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതായ സമയമാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം. കാര്യനേട്ടം പ്രതീക്ഷിക്കാവുന്നതായ സമയം. ഈ സമയം പ്രശസ്തി വന്നു ചേരും. ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. മാതൃഗുണം വർദ്ധിക്കുന്നതായ സമയം. സഹായങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം. ഗുണകരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയം. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായ ഉയർച്ച വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകത ഉണ്ട്. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കാം. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിദേശയാത്രകൾക്ക് പോലും സാധ്യത കൂടുതലാണ്. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തന്നെ ഭവിക്കും.